വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷന് കൈമാറാനുള്ള തീരുമാനത്തിന് പിന്നിൽ അന്തർനാടകങ്ങളെന്ന് മുൻ തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. വിഴിഞ്ഞം സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. 49% ഷെയർ എം.എസ്.സിക്ക് കൈമാറാൻ പോകുന്നതിൽ ദുരൂഹത ഉണ്ടെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. ഓഹരി വെളിയിലുള്ള ഏതെങ്കിലും കമ്പനിക്ക് കൈമാറാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നാണ് ചട്ടമെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. 49% കൊടുക്കുകയാണ്. ഇപ്പോൾ എടുത്തെന്ന് പറഞ്ഞു. ഇനി ബാക്കി കൊടുക്കുകയെന്നാരും കണ്ടു. ഇവർക്കുള്ളതിലെ ബാക്കി കൊടുത്തിട്ട് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിൽ രണ്ടാമത്തെ ക്ലോസിൽ കൃത്യമായി പറയുന്നത് 26% അതിൽ താഴെയോ നിങ്ങൾക്ക് കൊടുക്കേണ്ട സമയം വന്നാൽ പോലും ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വാങ്ങി ദേശീയ സുരക്ഷ ഉറപ്പാക്കി, പ്രാദേശിക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കി ഇതെല്ലാം ചെയ്തു വേണം ചെയ്യാൻ. അതെല്ലാം ഈ ക്ലോസിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യമൊന്നും നടന്നിട്ടില്ല. വിദേശ കുത്തകകൾ പോർട്ട് ലക്ഷ്യമാക്കി നീക്കങ്ങൾ നടത്തുന്നു എന്നതിന് തെളിവാണ് ഇതെന്നും അദാനി ഷെയർ വിൽക്കാൻ തീരുമാനിച്ചാലും സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ നടക്കില്ലെന്നും വി.എൻ. വാസവൻ പറഞ്ഞു. വിദേശ കുത്തകൾ ഈ തുറമുഖത്തിന് മേലെ ഒരു വേതാള കഴുകനെ പോലെ വട്ടമിട്ട് മറക്കുകയാണ്. എങ്ങനെ ഇതിൻ്റെ ഓഹരികൾ വാങ്ങിക്കൂട്ടാം, ഇതെങ്ങനെ സ്വായത്തമാക്കാം, അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ കൺസെഷനുമായിട്ടുള്ള കരാറിൽ മറ്റൊരു ക്ലോസ് ഉണ്ടെന്ന് അവർ വേണമെങ്കിൽ വാദിക്കാം. അദാനിക്ക് വേണ്ടി വാദിക്കാവുന്നത് കൺസെഷൻ കരാർ അനുസരിച്ച് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവർക്ക് 26% അതിൽ താഴെയോ ഓഹരികൾ വിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന വാദം ഉയർത്തിയാൽ പോലും അത് വിൽക്കണമെങ്കിൽ മുൻകൂട്ടി സംസ്ഥാന ഗവൺമെൻറ് അനുമതി വാങ്ങണമെന്ന ക്ലോസിനെ അവർക്ക് എങ്ങനെ മറികടക്കാൻ കഴിഞ്ഞു? അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പിന്നിൽ ഒരു അന്തർനാടകം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കാലകൂട്ടിയുള്ള ചില ചർച്ചകളും നീക്കങ്ങളും നടന്നിട്ടുണ്ട്. അല്ലാതെ മീഡിയകളെല്ലാം വെറുതെ എഴുതിയതാണോ? മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതായും വി.എൻ. വാസവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.